सर इधर आदर्श नाम का एक बंदा है क्या? आदर्श आदर्श और है सर बीएसएनएल का। नहीं आदर्श नहीं, वो इधर ही है बोला हनले में। आदर्श नाम आदमी केरला का बंदा है। आदर्श नाम का? हाँ केरला का है, ड्राइवर है वो। पता करना पड़ेगा। नहीं मेरे को ये फोन नहीं चल रहा है, उसको कल में बुलाया था। धर्मेंद्र रुक गया मैंने थोड़ी देर, हम एक आदमी से बात करा होता नहीं। ऊपर नंबर नंबर है मेरे पास। सर आपका नाम सर? कैसे हो गया ഇപ്പൊ നമ്മള് സാറ് മലയാളിയാണ്. സാറ് നമുക്ക് ചായ ഒക്കെ ഇട്ട് തന്നു. അല്ല बंदा आएगा ना अभी। आपको आपका वीडियो बना रहे हैं सर। आप कहाँ से हैं सर? मैं पंजाब से। അല്ല വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് എൻ്റെ ഫ്രണ്ടാണ്, തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, അങ്ങനെ പുള്ളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. നിനക്കുള്ളൊരു പണി ഞാൻ തരാം, പിന്നെ പറയാം. പുള്ളിയെ വിളിച്ച് പിന്നെ അപ്പുറത്തെ ഗേറ്റിൽ ഞാൻ ചോദിച്ചിരുന്നു. അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുവോ? എന്റെ അപ്പുറത്ത് ഗേറ്റ് ഡ്യൂട്ടിക്ക് അപ്പൊ BRTF അത് വേറെ അത് ടീമും ആള് മാറി വരുമായിരുന്നു. അപ്പൊ ആള് പറഞ്ഞ് അടുത്ത് പറഞ്ഞ ആള് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആള് നോക്കിട്ട് വിളിച്ചു. അവർക്കറിയില്ല അത് വേറെ യൂണിറ്റ്. എന്റെ പറഞ്ഞു ഈ യൂണിറ്റില് എനിക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഇയാൾക്ക് തന്നെ അറിയാം, പക്ഷെ പേരറിയില്ല ഇയാൾക്ക്. അല്ല പുള്ളി പറഞ്ഞ് ഇതില് നമ്പർ ഉണ്ടെങ്കിൽ പറ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ പുള്ളി തന്നെ വിളിക്കുക. ഇയാളുടെ സൗണ്ട് പിന്നെ അവിടെ ഒരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഉളവിന്. പിന്നെ അപ്പൊ നാട്ടിൽ വരുമ്പോ വിളിക്കും. അപ്പൊ നീ തൃശ്ശൂർ അറിയാ? ഞാൻ തൃശ്ശൂർ ഇപ്പൊ കഴിഞ്ഞിറങ്ങി. അവിടുത്തെ ചെമ്പൂക്കാര് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴും ഞാൻ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ലീവ് വന്നത്. അതാ സംഭവം. എന്നാലും വലിയ പ്രശ്നമില്ല, കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് പോകണം. അതായത് കാണുമ്പോൾ മണൽ പോലെ കിടക്കും, പക്ഷെ നല്ല ഉറച്ചിടത്തൂടെ പോവുള്ളൂ. അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പൊ ആ കട്ട് ചെയ്തിട്ടടുത്തൂടെ യൂട്യൂബിലിടാം. അപ്പൊ നിങ്ങൾ അവിടത്തേക്ക് ആൾക്കാർ കഴിച്ചു കൊടുക്കുക. കാരണം മണ്ണ് നല്ലതായിട്ട് താന്നു പോകാനകത്ത്. നമുക്കിറങ്ങല്ലേ? അവിടെ ജിയോ കിട്ടും, പിന്നെ വിളിച്ചാൽ മതി. നോക്കാം. ഇല്ല നമുക്ക് ചെയ്യാം. മറ്റന്മാരാ നമ്പർ വാങ്ങിച്ച, മറ്റേ ഹിന്ദിക്കാരാണ്. അവന്മാരുള്ളതുകൊണ്ട് നന്നായി. അവന്മാര് പിന്നെ കുറെ ഹെൽപ്പൊക്കെ ചെയ്തു. ഉമ്ലിംഗിലേന്ന് ഒഴിച്ചോ? ഉമ്ലിംഗിലെ എത്തുമ്പോൾ ഒഴിച്ചോ? പക്ഷെ ആ റോഡാണ് ഇത് എളുപ്പം എത്തായിരുന്നു. പക്ഷെ അത് ഓഫ് റോഡാ, വഴി കണ്ടാൽ മനസ്സിലാവത്തില്ല. ഇങ്ങനെ മരുഭൂമി പോലെ കിടക്കും. അതിലേ വേണോ പോണോ? അതിലേ പോയാലോ? വേണ്ട റിസ്ക് എടുക്കണം. 1 മണിക്കൂർ ഞങ്ങളിപ്പോ ഫ്രീ ആയിരുന്നേ വരായിരുന്നു. പക്ഷെ നിങ്ങൾ തിരിച്ചിങ്ങോട്ടല്ലല്ലോ വരും, അല്ലെ ആ വഴി കാണിച്ചു തരായിരുന്നു. അത് നല്ല മരുഭൂമി പോലെ നടക്കും. വഴി തെറ്റിപ്പോന്നു, പോയവർക്കേ അറിയത്തുള്ളൂ. നമ്മള് പോണത് മിക്കവാറും ഈ ആർമിയുടെ മറ്റേ ഇപ്പുറത്തെ സൈഡ് ടയർ ഇങ്ങനെ കയറിയില്ലേ, ആ ടയർ പിടിച്ച് അതാകുമ്പോ മറ്റേ പൊതയൂലല്ലോ. നമ്മള് കൂട്ടുകാരനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്.
എല്ലാം സെറ്റല്ലേ? മറ്റേത് എടുത്തില്ലേ? മറ്റേ അവർ തന്ന അവർ നമുക്ക് കുറേ അവരുടെ കിട്ടിയ മറ്റേ ഈ കുടിക്കാനുള്ള ജ്യൂസിൻ്റെ ഇതൊക്കെ തന്നു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി അവനെ കണ്ടത് ഭയങ്കര സന്തോഷമായി. കാര്യം ഇവിടെ വരെ വന്നിട്ട് അവനെ കാണാതെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമല്ലേ? ആ സത്യം, അതെന്തോ ദൈവത്തിൻ്റെ എന്തോ ഒരു നിമിത്തം എന്നൊക്കെ പറയില്ലേ? സത്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഈ വർണ്ണ വഴിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം, വേറെ ദൈവമാണെങ്കിലും. പക്ഷെ ഞാൻ പള്ളി കണ്ടാലും ഞാൻ തൊഴും. കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട് എല്ലാത്തിനും. നമ്മളവിടെ നാട്ടത്തെ ഒരു പള്ളി, അവിടെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ഞാൻ എല്ലാത്തിലും അത് കീപ്പ് ചെയ്യണം. അതിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നാലും ശരി, നമ്മളെല്ലാത്തിനെയും ബഹുമാനിക്കണം. എല്ലാത്തിനെയും നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. പക്ഷെ ദൈവം എല്ലാം ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യമായ കാര്യം. സത്യം എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ട് കോഴിക്കോട്. ഞാൻ പറഞ്ഞില്ലേ, അതിലൊന്നും ഒരു കാര്യമില്ല. നാട്ടിൽ കാണിക്കുന്ന വെറും പൊളിറ്റിക്സ് മാത്രമേ. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ നാട്ടിൽ വെറും പൊളിറ്റിക്സാണ്. അല്ലാതെ ബേസിക്കലി ഇത് തമ്മിൽ തല്ലിക്കും, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടുള്ളൂ വണ്ടി നമുക്ക് തിരിച്ചു പോവാം. ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടെ ഓനെ കാണും നോക്കിക്കോന്ന് പറഞ്ഞു. ഇറങ്ങുമ്പോ തന്നെ മുടക്കനൊക്കെ വെച്ച വഴിയായിരിക്കും. സത്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭഗവാൻ ഇവനെ കാണാൻ പറ്റുമോ? കാര്യം ഇതുവരെ വന്നില്ലേ പാവം, നമ്മൾ അവനെ കാണാൻ പോവാ. എനിക്കത് ഭയങ്കര ഏതോ കുക്കാമല്ലോ സത്യം. സത്യം പറഞ്ഞാൽ എല്ലാം നടക്കണം നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയത് ആരെങ്കിലും അത് കറക്റ്റ് നല്ലതിനാണ്. നമ്മളെ ഫേസ് ചെയ്യാൻ പഠിക്കണം. അതെ, എനിക്കതാ സംശയം. എനിക്ക് അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അപ്പോഴും പോയെങ്കിൽ ചിലപ്പോൾ അത് നടക്കുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. സിമ്പിൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആ 40 കിലോമീറ്റർ നമ്മൾ ചെയ്തത്. അതെ ആവശ്യമില്ല. നേരത്തെ തന്നെ വഴി. അതെ ചെയ്യാനില്ല, എന്താ ഇപ്പൊ ചെയ്യാനുള്ള അതായത് ഏത് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇതേപോലെ ഒരു സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഒറ്റ വേക്കൻസി ഉണ്ട് ഫിറ്ററിന്. അപ്പോൾ ആരെയും എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാ സെറ്റേക്കും. അങ്ങനെ ഞാൻ എല്ലാം കൊടുത്ത് ഞാൻ ഇതേപോലെ അമ്മ അവിടെ ആയിരുന്നു. അപ്പോൾ അമ്മയായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, ഇനി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, ഒറ്റ വേക്കൻസിയേ ഉള്ളൂ. ഇതിൽ കാരണോ നമ്മളാ ഒരു 10 കയറ്റാൻ കയറിക്കൊണ്ടിരിക്കുക. ഞാനും വേറെ ഫ്രണ്ടും കൂടെ ഉണ്ട്. ഹെവി കേസ് उम्लिंग ले लो तो बहुत हाँ छोड़ करिए
एक पूरा आप लोग के लिए देखने के लिए। कुमलिंगला जाते टाइम में आपको अच्छा रोड भी मिलेगा, ये ऑफ रोडिंग चाहिए तो इसमें से भी जा सकता है। ഇത് നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യണമെന്ന് അത്ര താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ എടുക്കുക കുമലിംഗല പോകുമ്പോൾ. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്നാലും എങ്ങനെയുണ്ട്? ഇല്ലേ? ആ എനിക്ക് പക്ഷേ ഇത് ഞാനിത് തരാം, നമ്മൾ ഓടിച്ചോളൂ. ഇത് ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹിമാലയം വീണെടുത്ത് ഇത് മുമ്പിലോട്ട് പോയി ബാലൻസ് ചെയ്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. എന്ത് പറ്റി? ഇപ്പോഴും പിടിക്കണോ? ആ വേണ്ട, അവന്മാർ കേൾക്കണില്ല, നമുക്ക് അടുത്തോട്ട് പോകാം. കണ്ടിട്ടുള്ളേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യണം. നമ്മൾ ഒരിടത്ത് ക്ലാസ്സിന് ഒന്നിനും പോയിട്ടില്ല നമ്മൾ. അവർക്ക് എന്താ പറ്റിയ? ആ വണ്ടി പെട്ട്. വണ്ടി അവിടെ ഒന്ന് സ്റ്റക്കായി. ഈ ജ്യൂസ് പൊട്ടി കുടിപ്പിക്കണതാ, കണ്ടില്ലേ? നോക്ക്, ജ്യൂസ് കുടിപ്പിക്കണം, കൊച്ചു കുട്ടികളെ കുടിപ്പിക്കണമെങ്കിൽ ഇത് വിട്ടാടിയതും അത്ര ജ്യൂസും പോയി. നമ്മള് ഇവിടെ 2 വണ്ടിയും പെട്ടു, പിന്നെ മറ്റേ വണ്ടിയും പെടുവായിരുന്നു. ഇവര് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു, അങ്ങനെ കയറി നൈസിനിങ്ങി എത്തി പെട്ടു. അങ്ങനെ നമ്മൾ ഇത്തിരി തളർന്ന് പൊട്ടിയ ജ്യൂസ് നമ്മൾ മാക്സിമം പിടിച്ചു. ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു മനുഷ്യരും ഇല്ലാത്തടത്ത് ആദ്യം പോയി അവർ റോഡ് ഉണ്ടാക്കി, പിന്നെ അവിടെ മിലിറ്ററി മിലിറ്ററി വരും. കുഴപ്പമില്ല, അവരുടെ ജോലിയല്ലേ, ടാസ്കല്ലേ, അവരുടെ ടാസ്കല്ലേ. വളരെ അടിപൊളിയായിട്ട് ഈ റോഡ് തന്നെ നോക്കി നോക്കി എന്ത് രസാ റോഡ്. അവരെ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് പോലും ഇല്ലെന്ന്, ഓരോ സ്ഥലത്ത് ചെന്ന് പെട്ടിട്ട്. മറ്റേ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ആര് പറയണമെങ്കിൽ നമ്മളെ ഒരിടത്ത് പോയി ഇറങ്ങി നമ്മൾ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണോ, നമ്മളെല്ലാം വിചാരിച്ചിട്ടേ സത്യം. അതാണ് നമ്മൾ ഇത്ര സെറ്റ്, അല്ലെങ്കിൽ
ഇന്നിപ്പോ വണ്ടി എത്തിക്കാനുള്ളത് മാത്രമാണ് നമ്മൾ ലഡാക്ക് പിടിക്കാന്നുള്ളത്. എനിക്കിന്ന് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഏറ്റവും സന്തോഷമായത് അവനെ കണ്ടിട്ടാണ്. ഞാൻ പിന്നെ അവനെ കാണാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. സന്തോഷമായി, കാരണം അത് വേറെ എക്സ്പീരിയൻസ് ആയി. സത്യം അവര് നമ്മളെ ട്രീറ്റ് ചെയ്ത ലെവലും വേണം. ആ ബിരിയാണി കൂടി തിന്നിട്ട് വിലയില്ല, സമയമില്ലാത്ത പാവം അവര്. ഞാൻ പറഞ്ഞടാ ബിരിയാണി ഓഫാക്കട വണ്ടി തിരുമുടി ഇനിയുണ്ടോ? ഒരു ഓഫ് റോഡും കൂടി ഉണ്ടോ മക്കളെ? വണ്ടിക്ക് പണിയെടുപ്പിക്കുക. പിന്നെ മുന്നേത്തെ ഓഫ് റോഡ് ഒരു കുപ്പി, അടുത്ത ഓഫ് റോഡ് അടുത്ത കുപ്പി. അതെ നമ്മള് കുടുങ്ങിയാലോ.